ജനുവരിയിൽ നടന്ന ഫസ്റ്റ് ഇയർ ബയോളജി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ ബോട്ടണി പാർട്ടിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 30 സ്കോറിനുള്ള ചോദ്യങ്ങൾ 3 സെക്ഷനുകളിലായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 6 ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ സെക്ഷനിൽ ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 18 ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ സെക്ഷൻ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 6 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഇരട്ടി ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 60 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ 30 മാർക്കിനുള്ള ഉത്തരങ്ങൾ എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ സെക്ഷനിൽ 6 ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഓരോ സ്കോർ വീതം 3 മാർക്ക്. രണ്ടാമത്തെ സെക്ഷനിൽ 18 ചോദ്യങ്ങളിൽ 9 എണ്ണത്തിന് ഉത്തരം എഴുതണം. 2 മാർക്ക് വെച്ച് 18 മാർക്ക്. മൂന്നാമത്തെ സെക്ഷനിൽ 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വെച്ച് 3 ചോദ്യങ്ങൾ ഉത്തരം എഴുതണം. 9 മാർക്ക്. അങ്ങനെ ആകെ 30 മാർക്ക്. സെക്ഷൻ 1 ആൻസർ any 3 questions from 1 to 6. Each carries 1 score. Question number 1. Observe the first pair and fill in the blank. ആദ്യത്തെ 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. മൊണീറ പ്രൊകാരിയോട്ട്, പ്രോട്ടിസ്റ്റ ഡാഷ്. 2 തരം സെല്ലുകൾ ചാപ്റ്റർ 1-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊകാരിയോട്ടിക് സെല്ലുകളും യൂകാരിയോട്ടിക് സെല്ലുകളും. കിങ്ഡം മൊണീറയിലുള്ള മെമ്പേഴ്സ് പ്രൊകാരിയോട്ടിക് സെല്ലുകളുള്ളവയാണ്. അവയെ പ്രൊകാരിയോട്ട്സ് എന്ന് വിളിക്കുന്നു. പ്രോട്ടിസ്റ്റ മുതൽ മുകളിലേക്കുള്ള എല്ലാ ജീവികളും യൂകാരിയോട്ടിക് സെല്ലുകളുള്ളവയാണ്. അവയെ യൂകാരിയോട്ട്സ് എന്ന് വിളിക്കുന്നു. സോ ദി ആൻസർ ഈസ് യൂകാരിയോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫിൽ ഇൻ ദി ബ്ലാങ്ക്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ദി ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇൻ വിച്ച് മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ഈസ് ഡാഷ്. പ്രധാന അക്ഷം തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുന്ന പൂങ്കുലകളാണ് ഡാഷ്. അടിസ്ഥാനപരമായി 2 തരം ഇൻഫ്ലോറസൻസുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് റെസിമോസ് ഇൻഫ്ലോറസൻസ്, 2 സൈമോസ് ഇൻഫ്ലോറസൻസ്. ഇൻ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ദി മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. എന്നാൽ ഇൻ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ദി മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ, ഹെൻസ് ഹാസ് ലിമിറ്റഡ് ഗ്രോത്ത്. So the answer in the given question, the type of inflorescence in which main axis continues to grow is racemose inflorescence. Question number 3. Observe the given diagram. Identify the stage of mitosis. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ക്രമഭംഗത്തിലെ ഏത് ഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. മൈറ്റോസിസിൻ്റെ 4 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇതിൽ തന്നിരിക്കുന്ന പടത്തിലെ ക്രോമസോമിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ ദി ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രോമസോമുകളുള്ള സ്റ്റേജ് മൈറ്റോസിസിൻ്റെ മെറ്റാഫേസ് സ്റ്റേജ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദി ആൻസർ ഈസ് മെറ്റാഫേസ്. ക്വസ്റ്റ്യൻ നമ്പർ 4. നെയും എ ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ. വാതക രൂപത്തിലുള്ള ഒരു സസ്യ ഹോർമോണിൻ്റെ പേരെഴുതുക. പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസ് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് 5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിൻസ്, ജിബറലിൻസ്, സൈറ്റോകൈനിൻസ്, ആബ്സിസിക് ആസിഡ് ആൻഡ് എഥിലീൻ. ഈ 5 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് വാതക രൂപത്തിലുള്ളത്. അത് എഥിലീൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദി ആൻസർ ഈസ് എഥിലീൻ. ചൂസ് ദി കറക്റ്റ് പെയർ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ലൈക്കൻ, അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. സാപ്രോഫൈറ്റ്സ് അബ്സോർബ് ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ്. മൈക്കോറൈസ, അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് ആൽഗെ. ആൻസർ:
ലൈക്കിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം ലൈക്കൻ ഒരു ഫംഗസിൻ്റെയും ആൽഗയുടെയും കോമ്പിനേഷനാണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന മൈക്കോറൈസയുടെ ഉത്തരമാണ് ലൈക്കൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ മൈക്കോറൈസയ്ക്ക് കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് കൊടുത്തിരിക്കുന്ന പെയറും അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ആൻഡ് ആൽഗെ എന്നുള്ളതാണ്. അത് തെറ്റാണ്. അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ് മൈക്കോറൈസയുടെ ഉത്തരം. ഇത് രണ്ടും ഒഴിവാക്കിയാൽ പിന്നീടുള്ളത് സാപ്രോഫൈറ്റ്സ് ആണ്. സാപ്രോഫൈറ്റ്സിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ശവോപജീവികൾ എന്നാണ്. ദേ അബ്സോർബ് ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ്. അതുകൊണ്ട് രണ്ടാമത്തെ പെയർ ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 6. Decomposition of organic nitrogen of dead plants and animals into ammonia is called dash. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. മൃതമായ സസ്യങ്ങളിലെയും ജന്തുക്കളിലെയും കാർബണീക നൈട്രജനെ വിഘടിപ്പിച്ച് അമോണിയ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡാഷ്. ഇത് നൈട്രജൻ സൈക്കിളിൽ ഉള്ള ഒരു സ്റ്റേജാണ്. മൃതമായ സസ്യങ്ങളിലെയും ജന്തുക്കളിലെയും ഓർഗാനിക് നൈട്രജനെ വിഘടിപ്പിച്ച് അമോണിയ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് അമോണിഫിക്കേഷൻ. പാർട്ട് 2. ആൻസർ എനി 9 questions from 7 to 24. ഈച്ച് ക്യാരീസ് 2 scores. 7 മുതൽ 24 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരമെഴുതുക. 2 സ്കോർ വീതം. മൊത്തം 18 സ്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 7. നെയിം ദി മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റുകളിലെ പുരുഷ സ്ത്രീ പ്രത്യുൽപാദന അവയവങ്ങളുടെ പേരെഴുതുക. ബ്രയോഫൈറ്റുകളാകട്ടെ ടെറിഡോഫൈറ്റുകളാകട്ടെ അവയുടെ പുരുഷ ലൈംഗിക അവയവങ്ങൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആന്തരീഡിയ ആണ്. ആന്തരീഡിയം സിംഗുലർ. സ്ത്രീ ലൈംഗിക അവയവം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആർക്കിഗോണിയം ആണ്. ആർക്കിഗോണിയം സിംഗുലർ. സോ ദി ആൻസർ ഈസ് Antheridia and Archegonia or Antheridium and Archegonium. Question number 8. Match the following. Column A and column B. Column A is having chloroplast, amyloplast, elaioplast, chromoplast. Column B store carbohydrate, contains carotenoids, contains chlorophyll, store oils and fats. Answer. Match the following. A. Chloroplast. B. Contains chlorophyll. 2. Amyloplast, which is storing carbohydrate. Elaioplast, store oils and fats. And 4. Chromoplast, contains carotenoids. മുഴുവൻ ശരിയായാൽ 2 മാർക്ക്. Question number 9. What are simple tissues? Write 2 examples. ലഘുകലകൾ എന്നാൽ എന്ത്? 2 ഉദാഹരണങ്ങൾ എഴുതുക. ആൻസർ. എ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 type of cells is called a simple tissue. ഉദാഹരണങ്ങൾ പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലിറങ്കൈമ. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. The tissue between the upper and lower epidermis in dorsiventral leaf is called mesophyll tissue. ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഇലകളിൽ മുകളിലും താഴെയുമുള്ള ഉപരിവൃതികൾക്കിടയിൽ കാണുന്ന കലകളാണ് മീസോഫിൽ. എ. നെയിം ദി 2 types of cells seen in mesophyll tissue. മീസോഫിൽ കലകളിലെ 2 തരം കോശങ്ങളുടെ പേരെഴുതുക. ബി. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മീസോഫിൽ ടിഷ്യൂ. മീസോഫിൽ കലകളുടെ ധർമ്മം എന്ത്? ആൻസർ. ദി ടിഷ്യൂസ് ബിറ്റ്വീൻ upper and lower epidermis are palisade mesophyll and spongy mesophyll. Answer to B question. Mesophyll tissue is the major tissue which do photosynthesis in leaves. Question number 11. Mitosis is often said as equational division. Why? ക്രമഭംഗം സാധാരണയായി തുല്യഭാഗ വിഭജനം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട്? ആൻസർ. The number of chromosomes in parent cell and daughter cells are same after mitosis. So mitosis is called equational division. 2 മാർക്ക്. Question number 12.
Given below are some characteristics of dicot root and dicot stem. Arrange them under suitable columns in the table provided. ദ്വിബീജപത്ര സസ്യങ്ങളിലെ വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും ചില സ്വഭാവ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ രേഖപ്പെടുത്തുക. എ. Presence of Casparian strips. B. Vascular bundles arranged in the form of a ring. C. 2 or 4 xylem and phloem patches. And D. Conjoined open vascular bundles with a endark protoxylem. ഉത്തരം എഴുതാനുള്ള ബോക്സ് ആൻസർ ഷീറ്റിൽ വരച്ചതിന് ശേഷം ഡൈക്കോട്ട് റൂട്ടിൻ്റെയും ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും ക്യാരക്ടേഴ്സ് അതാത് കോളങ്ങളിൽ എടുത്തെഴുതുക. പ്രസൻസ് ഓഫ് കാസ്പേറിയൻ സ്ട്രിപ്സ് is a character of dicot root. Vascular bundles arranged in the form of a ring, it is the character of a dicot stem. 2 or 4 xylem and phloem patches, it is of character of root. Conjoined open vascular bundles with endark protoxylem, it is a character of dicot stem. തന്നിരിക്കുന്നവയിൽ 2 പോയിന്റുകൾ ഡൈക്കോട്ട് റൂട്ടിൻ്റെയും 2 പോയിന്റുകൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും ആണ്. 4 പോയിന്റുകൾ എഴുതുന്നതിന് 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13. Pathway of water movement in the root of plants is mainly by 2 ways. Which are the 2 pathways? സസ്യങ്ങളുടെ വേരിൽ ജലത്തിൻ്റെ സഞ്ചാരം നടക്കുന്നത് 2 പ്രധാന പാതകളിലൂടെയാണ്. അവ ഏതൊക്കെയാണ്? ആൻസർ: അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ. സെൽ മെംബ്രെയിനിൻ്റെയും സെൽ വോളിൻ്റെയും ഇടയിലൂടെയുള്ള പാത്വേ ആണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ. ഇതൊരു നോൺ ലിവിങ് പാത്വേ ആണ്, നോൺ ലിവിങ് സിസ്റ്റത്തിലൂടെയുള്ള പാത്വേ ആണ്. എന്നാൽ സൈറ്റോപ്ലാസം ടു സൈറ്റോപ്ലാസം, ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസിൽ നിന്ന് പ്ലാസ്മോഡെസ്മെറ്റ വഴി അടുത്ത സെല്ലിൻ്റെ സൈറ്റോപ്ലാസം വഴി ഉള്ള വാട്ടർ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് സിംപ്ലാസ്റ്റ് പാത്വേ. സോ അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ ആർ ദി 2 pathways for the water movement in root of plants. Question number 14. List any 2 functions of mesosomes in prokaryotic cells. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന മീസോസോമുകളുടെ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതുക. പ്രോകാരിയോട്ടുകളായിട്ടുള്ള ബാക്ടീരിയകളുടെ പ്ലാസ്മ മെംബ്രെയിനിന്മേൽ നിന്ന് ഉള്ളിലേക്കുള്ള മടക്കുകളാണ് മീസോസോമുകൾ. Functions of mesosome: they are helping for cell wall formation, they are helping for DNA replication, they are helping for distribution of chromosomes to daughter cells, they are helping for respiration and secretion, and also to increase the surface area of plasma membrane and enzymatic content. ഇതിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. Question number 15. All minerals cannot be passively absorbed by root. Justify the statement. എല്ലാ മൂലകങ്ങളും വേരുകളിലൂടെ നിഷ്ക്രിയമായി ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഈ പ്രസ്താവനയെ സാധൂകരിക്കുക. ആൻസർ: Minerals are present in soil in the form of their ions, which cannot pass freely through the cell membrane. The mineral ion concentration in the soil is usually lower in soil than in root hairs. 2 പോയിൻറ്റ്സ് എഴുതുന്നതിന് 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഓൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് ഫിലോടാക്സികൾ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ആൻസർ: ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. ഇൻ ഇറ്റ് എ സിംഗിൾ ലീഫ് arises at each node in alternate manner. Example: China rose, mustard and sunflower. B. Opposite. A pair of leaves arises at each node and lie opposite to each other. Example: Calotropis and guava. 2 തരം ഫിലോടാക്സികളുടെയും ഡിഫറൻസ് എഴുതി ഓരോ ഉദാഹരണങ്ങൾ എഴുതിയാൽ 2 മാർക്ക്. Question number 17. Write the name of any one type of chromosome classified based on the position of centromere. Mention its peculiarity.
സെൻട്രോമിയറുകളുടെ സ്ഥാനമനുസരിച്ച് തരംതിരിച്ചിട്ടുള്ള ക്രോമസോമുകളിൽ ഏതെങ്കിലും ഒരു തരം ക്രോമസോമിൻ്റെ പേരെഴുതുക. അതിൻ്റെ പ്രത്യേകത എന്താണ്? സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അനുസരിച്ച് 4 തരം ക്രോമസോമുകളുണ്ട്. 4 തരം ക്രോമസോമുകളെക്കുറിച്ചും താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെക്കുറിച്ച് വിശദമാക്കുക. 1. Metacentric chromosome. This chromosome has middle centromere forming 2 equal arms of this chromosome. രണ്ടാമത്തത് the submetacentric chromosome. It has centromere nearer to one end of the chromosome, resulting into one shorter arm and one longer arm. Third one, in acrocentric chromosome, the centromere is situated close to its end, forming one extremely short and one very long arm. And in telocentric chromosome, fourth one, chromosome has a terminal centromere. ഈ 4 ടൈപ്പ് ക്രോമസോമുകളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് എഴുതുക. 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 18. കംപ്ലീറ്റ് ദി ഗിവൺ ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. അനുയോജ്യമായ പദങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തിയാക്കുക. 3 ബോക്സുകൾ തന്നിട്ടുണ്ട്. ക്ലാസസ് ഓഫ് ആൽഗെ, കോമൺ നെയിം, സ്റ്റോർഡ് ഫുഡ്. ക്ലോറോഫൈസെ ഡാഷ് ഡാഷ്, ഫിയോഫൈസെ ഡാഷ് മാനിറ്റോൾ ഡാഷ് റെഡ് ആൽഗെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ആൻസർ: ക്ലോറോഫൈസെ കോമൺ നെയിം ഗ്രീൻ ആൽഗെ, സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച്. ഫിയോഫൈസെ കോമൺ നെയിം ബ്രൗൺ ആൽഗെ, സ്റ്റോർഡ് ഫുഡ് മാനിറ്റോൾ. റോഡോഫൈസെ റെഡ് ആൽഗെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇതിൻ്റെ ഉത്തരങ്ങൾ ബോക്സ് രൂപത്തിൽ ചോദിച്ച പോലെ എഴുതാം. അതല്ലെങ്കിൽ ABCD ലെറ്റേഴ്സ് കൊടുത്തുകൊണ്ട് A റോഡോഫൈസെ, B ഗ്രീൻ ആൽഗെ, C ബ്രൗൺ ആൽഗെ ആൻഡ് D സ്റ്റാർച്ച് എന്നിങ്ങനെ എഴുതാം. 4 പോയിൻ്റ് കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 19. റൈറ്റ് എനി 2 റീസൺസ് ഫോർ സീഡ് ഡോർമൻസി. വിത്തിൻ്റെ സുഷുപ്താവസ്ഥയ്ക്കുള്ള 2 കാരണങ്ങൾ എഴുതുക. ആൻസർ: കോസസ് ഓഫ് സീഡ് ഡോർമൻസി ആർ immature embryos, tough and hard seed coats, inhibitors like abscisic acid, phenolic acid, para-ascorbic acid. ഇതൊക്കെയാണ് വിത്തിൻ്റെ സുഷുപ്താവസ്ഥയ്ക്ക് കാരണങ്ങൾ. ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 20. കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ ഇൻ ഫോട്ടോസിന്തസിസ് ഹാവ് 3 സ്റ്റേജസ്. പ്രകാശ സംശ്ലേഷണത്തിലെ കാൽവിൻ ചക്രം അഥവാ C3 ചക്രം 3 ഘട്ടങ്ങളായി നടക്കുന്നു. A. ഐഡൻറ്റിഫൈ ദി 3 സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ ചക്രത്തിലെ 3 ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. B. വിച്ച് ഈസ് ദി പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇൻ കാൽവിൻ സൈക്കിൾ. കാൽവിൻ ചക്രത്തിലെ പ്രാഥമിക കാർബൺ ഡയോക്സൈഡ് സ്വീകർത്താവ് ഏതാണ്? ആൻസർ: A. ദി 3 സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ ആർ കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ചാർട്ട് ശ്രദ്ധിച്ചാൽ ഈ 3 സ്റ്റേജുകളും ഈസി ആയിട്ട് മനസ്സിലാക്കാം. ചാർട്ട് ഉത്തരത്തിൻ്റെ ഭാഗമല്ല, ചാർട്ട് രൂപത്തിൽ വരച്ചാലും ഉത്തരം ശരിയാകും. ആൻസർ ടു ബി ക്വസ്റ്റ്യൻ: ദി പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇൻ കാൽവിൻ സൈക്കിൾ ഈസ് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ഓർ RUBP. ഇതും ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഗ്ലൈക്കോളിസിസ് ഈസ് കോമൺ ഇൻ എയ്റോബിക് ആൻഡ് അൺഎയ്റോബിക് റെസ്പിറേഷൻ. വായു ശ്വസനത്തിലും അവായു ശ്വസനത്തിലും പൊതുവായി കാണപ്പെടുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. A. വാട്ട് ഈസ് ഗ്ലൈക്കോളിസിസ്? എന്താണ് ഗ്ലൈക്കോളിസിസ്? B. വെയർ ഡസ് ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്? ആൻസർ ടു എ പാർട്ട്. Glycolysis is the partial oxidation of glucose to 2 molecules of pyruvic acid. Answer to B. It occurs in cytoplasm of all living organisms. 2 മാർക്ക്. Question number 22. List out any 2 characteristic features of C4 plants. C4 സസ്യങ്ങളുടെ 2 സ്വഭാവ സവിശേഷതകൾ എഴുതുക. ആൻസർ: കുറേയേറെ ക്യാരക്ടേഴ്സ് ഇവയ്ക്കുണ്ട്. താഴെ പറയുന്നവയിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. PEP is the primary carbon dioxide acceptor. Oxaloacetic acid is the first stable compound. PEP case
is the carboxylation enzyme. Kranz anatomy present. C3 cycle occur inside bundle sheath cell. Productivity is high. Photorespiration absent. Carbon dioxide fixation occur at a low carbon dioxide concentration. ഏതെങ്കിലും 2 points എഴുതുക. Question number 23. Given below are some features of cyclic and non-cyclic photophosphorylation. List out the features of non-cyclic photophosphorylation from the hints provided. Cyclic photophosphorylationiലെയും non-cyclic photophosphorylationiലെയും ചില സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ നിന്ന് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് എഴുതുക. എ. NADPH and ATP are formed. B. Only one photosystem involved. C. Splitting of water occurs. D. Both photosystems involved. E. Only ATP is formed. F. Oxygen is evolved. Answer. ചോദ്യത്തിൽ തന്നിരിക്കുന്ന എ, സി, ഡി, എഫ് എന്നീ ഓപ്ഷൻസാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ സവിശേഷതകൾ. ദാറ്റ് ഈസ് എ. NADPH and ATP formed. C. Splitting of water occurs. D. Both photosystems involved. And F. Oxygen is evolved. These are the features of non-cyclic photophosphorylation. 4 പോയിൻറ്റും കറക്റ്റാക്കി എഴുതുക. 2 മാർക്ക്. Question number 24. Accessory pigments are involved in the process of photosynthesis. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ സഹായക വർണ്ണങ്ങൾ ഉൾപ്പെടുന്നു. എ. നെയിം എനി 2 accessory pigments. 2 സഹായക വർണ്ണങ്ങളുടെ പേരെഴുതുക. ബി. റൈറ്റ് എനി 1 ഫംഗ്ഷൻ ഓഫ് accessory pigment. സഹായക വർണ്ണങ്ങളുടെ ഒരു ധർമ്മം എഴുതുക. ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ദി accessory pigments are chlorophyll B, xanthophylls and carotenes. ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേരെഴുതുക. ആൻസർ ടു ബി ക്വസ്റ്റ്യൻ. Accessory pigments are absorbing light and transfer the energy to reaction center in chlorophyll A in pigment system 1 or pigment system 2. 2 മാർക്ക്. Section 3. Answer any 3 questions from 25 to 30. Each carries 3 scores. 25 മുതൽ 30 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. ഈ സെക്ഷനിൽ 3 മാർക്കിൻ്റെ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 ചോയ്സുകളുണ്ട്. അതിൽ നിന്ന് 3 എണ്ണം തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതുക. 9 മാർക്ക് മൊത്തം. Question number 25. Differentiate between aerobic and anaerobic respiration. വായു ശ്വസനവും അവായു ശ്വസനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? What are the end products obtained during anaerobic respiration of glucose in yeast cells? ഈസ്റ്റ് കോശങ്ങളിൽ ഗ്ലൂക്കോസിൽ അവായു ശ്വസനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം? ആൻസർ ഒരു ബോക്സിൽ 2 കോളങ്ങൾ വരച്ച് എഴുതാം. എയറോബിക് റെസ്പിറേഷൻ ആദ്യത്തെ കോളം, രണ്ടാമത്തെ കോളത്തിൽ അനൈറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ. Respiration occurs in the presence of oxygen. Anaerobic respiration occurs in the absence of oxygen. Aerobic respiration, complete oxidation of substrate occurs. In anaerobic respiration, partial oxidation of substrate occurs. In aerobic respiration, carbon dioxide, water and ATP are produced. In anaerobic respiration, ethanol or lactic acid and less amount of ATP is produced. In aerobic respiration, it occurs in cytoplasm and mitochondria, but anaerobic respiration solely occurs in cytoplasm. In aerobic respiration, high energy output is occurring. In anaerobic respiration, low energy output. ഇതിൽ ഏതെങ്കിലും 4 പോയിൻ്റ് വീതം ഓരോ സെക്ഷനിലും എഴുതുക. 2 മാർക്ക് അവിടെ ലഭിക്കും. നെക്സ്റ്റ് പോയിന്റ്. The end products obtained during anaerobic respiration of glucose in yeast cells are ethanol and carbon dioxide. ഈ പോയിന്റിന് 1 മാർക്ക്. മൊത്തം 3 മാർക്ക്. Question number 26. Plant growth regulators play important roles
in growth promoting and inhibiting activities. സസ്യ വളർച്ചാ നിയന്ത്രികൾ സസ്യങ്ങളിൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും വലിയ പങ്കുവഹിക്കുന്നു. എ. വിച്ച് ഹോർമോൺ ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ? സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതു ഹോർമോണാണ്? ബി. നെയിം ദി ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഫിനോമിനൻ കോൾഡ് ബോൾട്ടിംഗ് ഇൻ റോസറ്റെ പ്ലാന്റ്സ്. റോസറ്റെ സസ്യങ്ങളിലെ ബോൾട്ടിംഗ് എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന ഹോർമോണിൻ്റെ പേരെഴുതുക. സി. വിച്ച് ഹോർമോൺ പ്ലേസ് റോൾ ഇൻ അപ്പിക്കൽ ഡോമിനൻസ് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളിൽ അഗ്രമേധാവിത്വത്തിൽ പങ്കുവഹിക്കുന്നത് ഏത് ഹോർമോണാണ്? ആൻസർ എ. ദി ഹോർമോൺ വിച്ച് ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ ഈസ് abscisic acid. Answer to B. The hormone which is responsible for the phenomenon called bolting is gibberellin or gibberellic acid. And answer to C. The hormone plays a role in apical dominance is auxin. ഓരോ ഉത്തരത്തിനും ഓരോ മാർക്ക് വെച്ച് മൊത്തം 3 മാർക്ക്. Question number 27. The first stage of meiosis 1 is prophase 1, which is further subdivided into 5 phases. ഊനഭംഗത്തിലെ ഒന്നാമത്തെ ഘട്ടമായ പ്രോഫേസ് 1-നെ വീണ്ടും 5 ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. എ. റൈറ്റ് ദി 5 phases ഓഫ് പ്രോഫേസ് 1 ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. പ്രോഫേസ് 1-ലെ 5 ഘട്ടങ്ങളും അവ നടക്കുന്ന ക്രമത്തിൽ എഴുതുക. ബി. ഐഡൻറ്റിഫൈ ദി ഫേസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്. ഏത് ഘട്ടത്തിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. ആൻസർ. ദി 5 phases ഓഫ് പ്രോഫേസ് 1 ആർ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഇതേ ഓർഡറിൽ തന്നെ എഴുതുമ്പോഴാണ് മാർക്ക് കിട്ടുക. ആൻസർ ടു ബി പാർട്ട്. ദി ഫേസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഈസ് പാക്കിറ്റിൻ. മൊത്തം 3 മാർക്ക്. Question number 28. What are respiratory substrates? Name any 2 substances used as respiratory substrates in plants. ശ്വസന അഭികാരകങ്ങൾ എന്നാൽ എന്ത്? സസ്യങ്ങൾ ശ്വസന അഭികാരകങ്ങളായി ഉപയോഗിക്കുന്ന 2 പദാർത്ഥങ്ങളുടെ പേരെഴുതുക. Answer to A part. The respiratory substrates are compounds that are oxidized during cellular respiration, or the compounds which are undergoing respiration are called respiratory substrates. Answer to B part. Carbohydrate, proteins, fats, organic acids. ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതുക. മൊത്തം 3 മാർക്ക്. Question number 29. Nodal formation involves a sequence of multiple interactions between rhizobium and root of host plant. What are the steps involved in the formation of a root nodule? റൈസോബിയവും ആതിഥേയ സസ്യത്തിൻ്റെ വേരും തമ്മിൽ ക്രമത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് വേരുമുഴകൾ ഉണ്ടാകുന്നത്. വേരുമുഴകൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന ഘട്ടങ്ങൾ ഏതെല്ലാം? ആൻസർ. ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ റൂട്ട് നോഡ്യൂൾ ആർ: 1. Symbiotic nitrogen fixing bacteria contact the root hairs. The root hair secrete some chemicals into the soil. Root hair curl around the nitrogen fixing bacteria. Bacteria enter inside the root hairs. An infection thread is formed carrying the bacteria into the cortex of root. Bacteria cause uncontrolled growth of cortical cell. This uncontrolled growth produces root nodule. തുടർച്ച നഷ്ടപ്പെടാതെ 6 പോയിൻറ്റ്സ് എങ്കിലും എഴുതിയാൽ 3 മാർക്ക്. Question number 30. Observe the given diagram representing 3 types of aestivation seen in Corolla. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ദളപുടത്തിലെ 3 തരം എസ്റ്റുവേഷനുകൾ നിരീക്ഷിക്കുക. എ. ഐഡൻറ്റിഫൈ ദി ടൈപ്സ് ഓഫ് എസ്റ്റുവേഷൻ ലേബൽഡ് എ, ബി, സി. എ, ബി, സി എന്നിവ ഏത് തരം എസ്റ്റുവേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. ബി. വാട്ട് ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് കൊറോള ഇൻ ഫ്ലവേഴ്സ് വിത്ത് എസ്റ്റുവേഷൻ ലേബൽഡ് സി. സി എന്ന് അടയാളപ്പെടുത്തിയ തരം എസ്റ്റുവേഷൻ രീതിയുള്ള സസ്യങ്ങളുടെ ദളപുടത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാം? ആൻസർ ടു എ ക്വസ്റ്റ്യൻ: എ. വാൽവേറ്റ് എസ്റ്റുവേഷൻ, ബി. ട്വിസ്റ്റഡ് എസ്റ്റുവേഷൻ ആൻഡ് സി. വെക്സിലറി എസ്റ്റുവേഷൻ.
the corolla in axillary estivation are having the peculiarities. It consists of 5 petals, 1 large standard petal, 2 lateral wing petals, and 2 united keel petals, and they have papilionaceous corolla. മൊത്തം 3 മാർക്ക്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി പ്രാക്ടീസ് ചെയ്താൽ അടുത്ത പരീക്ഷയ്ക്ക് അത് ഗുണപ്രദമാകും. താങ്ക് യു വെരി മച്ച്. Subscribe, like and share Raju's Science World for more videos.